അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി കോഡിസെപ്സ് കോഫി എന്ന ഈ ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും. കോഡിസെപ്സ് കോഫി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? എനർജൈസ്, ഓപ്റ്റിമൈസ്, ഓക്സിജനേറ്റ് വിത്ത് DHL. കോഡിസെപ്പ് കോഫി, അതാണ് കോഡിസെപ്പ് കോഫിയെ കുറിച്ച് നമുക്ക് പറയാം. കോഡിസെപ്പ് കോഫി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എനർജറ്റിക് ആകുന്നു അല്ലെ, അതുപോലെ ഓപ്റ്റിമൈസ് ആകുന്നു, ഓക്സിജനേറ്റ് ആകുന്നു. അതാണ് ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയും. നമ്മുടെ ശരീരത്തിലാകമാനം ഓക്സിജന്റെ ലഭ്യത കുറയുമ്പോൾ നമ്മൾ വീക്കായി പോകും അല്ലെ. ഓക്സിജന്റെ ലെവൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഓരോ സെല്ലുകളിലും ഓരോ കോശങ്ങളിലും ഓക്സിജന്റെ അളവ് കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വെൽനസ് മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ വെൽനസിൽ നിന്നും ഇൽനെസ്സിലേക്ക് അല്ലെ, ആരോഗ്യത്തിൽ നിന്നും അനാരോഗ്യത്തിലേക്ക് നമ്മൾ തള്ളിവിടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന അല്ലെ, നമ്മളെ എനർജറ്റിക് ആക്കുന്ന, ഒപ്റ്റിമൈസ് ആക്കുന്ന അല്ലെ, അതായത് എവിടെയെങ്കിലും ഏറ്റക്കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ പരിഹരിച്ച് കൃത്യമായ ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിനെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോഫിയോടൊപ്പമാണ് എന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകും. അപ്പോൾ DXN കോഡിസെപ്സ് കോഫി എന്ന് പറയുന്നത് പ്രീമിക്സ് കോഫി വിത്ത് കോഡിസെപ്സ് ആണ് അല്ലെ. പ്രീമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പാല് ചേർക്കണ്ട, മധുരം ചേർക്കണ്ട, വേറെ ഒന്നും, വെറും ചൂടുവെള്ളം മാത്രം ആഡ് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന കോഫി പൗഡർ വിത്ത് കോഡിസെപ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകും. അപ്പോൾ കോഡിസെപ്സ് കോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ കോഡിസെപ്സ് കോഫിയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കോഡിസെപ്പ് എന്ന് പറയുന്ന ഹിമാലയൻ ഗോൾഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, പിന്നെ എന്താ പറയാ, നമ്മുടെ ഹിമാലയൻ വയാഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോഡിസെപ്സ് മഷ്റൂം ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ അതില് ട്രഡീഷണലി അല്ലെ, പിന്നെ നമ്മുടെ വൈറ്റാലിറ്റിയും അതുപോലെ എനർജിയും ഒക്കെ പിന്നെ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കോഡിസെപ്സ്. ഇത് അല്ലെ വളരെ പുരാതന കാലം മുതലേ നമ്മുടെ പിന്നെ ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത് കൃത്യമായി അവർ ഉപയോഗിച്ചു വരുന്നു. അവർക്കത് നേരത്തെ അതിന്റെ ഗുണങ്ങൾ അറിയാം എന്നുള്ളത്. പക്ഷെ നമ്മളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കോഡിസെപ്സിന്റെ പ്രത്യേകതകൾ അല്ലെ, ഹിമാലയൻ ഗോൾഡ് ആണ്, അതുപോലെ ഒരു റെയർ മെറ്റീരിയൽ ആണ്, നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം എന്തുണ്ട്, മൂല്യമുണ്ട് അല്ലെ, അത്യാവശ്യം വിലപിടിപ്പുള്ളതാണ്. അതുപോലെ ഇത് ഗോൾഡൻ ഫംഗസ് എന്നും ഇതിനെ പറയപ്പെടുന്നുണ്ട്. ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു മഷ്റൂമാണ് നമ്മുടെ കോഡിസെപ്സ് മഷ്റൂം. ഇത് മോഡേൺ ഒരു റെലവൻസ് ആയിട്ട് ഇത് നമുക്ക് ഗ്ലോബലി ഇത് ഹെൽത്തിനും അതുപോലെ ഒപ്പം വെൽത്തിനെയും സഹായിക്കുന്ന ഒരു, അതായത് പലരും ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നന്നായിട്ട് കൃഷി ചെയ്ത് ഒരുപാട് സമ്പാദിച്ച് കൂട്ടുന്ന ആളുകളും ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പിന്നെ ഈ ചൈന പിന്നെ അതിർത്തി കാക്കുന്ന ചൈനീസ് പട്ടാളം എന്ത് ചെയ്തു, ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയെന്നും ഹിമാലയൻ ഗോൾഡിനെ തേടിയാണ് അവർ എത്തിയതെന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് വായിച്ചു അല്ലെ. ഏകദേശം കിലോഗ്രാമിന് 12 ലക്ഷം രൂപ വരെ വിലപിടിപ്പുണ്ട് എന്നാണ് ഈ കോഡിസെപ്സിനെ കുറിച്ച് പഠനങ്ങൾ പറയുന്നത്. അത്രയും പിന്നെ അമൂല്യമായ ഒരു മഷ്റൂമാണ് കോഡിസെപ്സ് മഷ്റൂം. കോഡിസെപ്സ് മഷ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു വെച്ചാൽ ഫയർ അപ്പ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് അല്ലെ. ഇത് ഫയർ അപ്പ് ചെയ്യും അല്ലെ, നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ സന്തോഷത്തെയും. അപ്പോൾ ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല ഹെൽത്ത് ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മള് സതീഷ് സാറും അല്ലെങ്കിൽ നമ്മുടെ പഴമക്കാരൊക്കെ പറഞ്ഞതുപോലെ അല്ലെ, ആരോഗ്യം സർവ്വതനാൽ പ്രധാനം അല്ലെ. മറ്റെന്ത് സമ്പത്തിനേക്കാളും ആരോഗ്യമാണ് ഏറ്റവും നല്ല ധനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ആ രീതിയിലേക്ക് ഹെൽത്തി നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ, അതിലൂടെ ഹാപ്പിനെസ്, സന്തോഷവും സമാധാനവും തരാൻ കെൽപ്പുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കോഡിസെപ്സ്. ഇത് എങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കുന്നു വെച്ചാൽ, ഒന്ന് ഹാർട്ട് കമ്പാനിയനായിട്ട്, നമ്മുടെ ഹൃദയത്തിന്റെ ഉറ്റ സുഹൃത്തായിട്ട് ഇത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇത് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കോഡിസെപ്സിന്റെ പ്രത്യേകത. മറ്റൊന്ന് ബ്രീത്ത് ആൻഡ് തെറാപ്പി അല്ലെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ശ്വാസോച്ഛ്വാസം നടത്താൻ സഹായിക്കുന്ന
ഘടകങ്ങൾ ഇതിൽ ധാരാളമുണ്ട്. അതുപോലെ ഒരു കിഡ്നീസ്, നമ്മുടെ കിഡ്നികളുടെ സുഹൃത്തായിട്ട് എന്ത് ചെയ്യുന്നു, ഇത് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു. അല്ലെങ്കിൽ ആ തരത്തിൽ നമ്മളെ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ കിഡ്നിക്ക് തകരാറുണ്ടാക്കാതെ നമ്മുടെ ശ്വാസോച്ഛ്വാസം കറക്റ്റ് ലങ്സിന്റെയും അല്ലെങ്കിൽ പിന്നെ ശ്വാസനാളത്തിന്റെയും ഒക്കെ പ്രവർത്തനം കൃത്യമായി നടത്താൻ സഹായിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കമ്പാനിയനാണ്, ഒരു സുഹൃത്താണ്, ഒരു ഫ്രണ്ടാണ് അല്ലെ എന്ത് നമ്മുടെ കോർഡിസെപ്സ് എന്ന് പറയുന്ന മഷ്റൂം. പിന്നെയോ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെ നമ്മുടെ പിന്നെ റെവിറ്റലൈസ് എന്ന് പറയും, നമ്മുടെ ഈ ചൈതന്യം, നമ്മുടെ മുഖത്തെയും ശരീരത്തിലുണ്ടാകുന്ന ചൈതന്യത്തെ നിലനിർത്താൻ, അല്ലെങ്കിൽ ആ ഒരു യുവത്വം നിലനിർത്താൻ ഇത് ചെയ്യുന്നു. നമ്മുടെ പിന്നെ ശരീരത്തിലുള്ള തൊലികളൊക്കെ ചുളിഞ്ഞു പോകാതെ എന്താ പറയാ, പ്രായാധിക്യം വളരെയധികം തോന്നാത്ത രീതിയിൽ നമ്മളെ, നമുക്കറിയില്ലേ മമ്മൂക്കയെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലേ. അപ്പൊ അത്തരത്തില് എത്ര വയസ്സ് തോന്നിച്ചാലും, വയസ്സുണ്ടെങ്കിലും ആ ഒരു വയസ്സ് തോന്നിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏത് സഹായിക്കുന്നത്, പിന്നെ കോർഡിസെപ്സ് സഹായിക്കുന്നു. ഒപ്പം പാഷൻ ആൻഡ് പ്ലഷർ, നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ ഒരു കായികക്ഷമതയെ, അല്ലെങ്കിൽ നമ്മുടെ സെക്ഷുവൽ ലൈഫിനെ, നമ്മുടെ പിന്നെ സ്പേമിന്റെ ക്വാണ്ടിറ്റിയെ ഒക്കെ പിന്നെ എന്ത് ചെയ്യാൻ, അധികരിപ്പിക്കാനും അതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിന് ധാരാളമുണ്ട്. പിന്നെയോ ബിയോണ്ട് വൈറ്റാലിറ്റി, നമ്മുടെ ട്രഡീഷണലി നമ്മുടെ ശരീരത്തിന് വൈറ്റാലിറ്റി നിലനിർത്താൻ, ചൈതന്യം നിലനിർത്താനും, ഒപ്പം നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഹാർട്ടിന്റെ ഹെൽത്ത്, നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും, ഒപ്പം ക്യാൻസറിനെതിരെ പോരാടാനും നമ്മുടെ ശരീരത്തെ ചെയ്യുന്നു. ഇതിലെ ഘടകങ്ങൾ സഹായിക്കുന്നു. അത് ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ എന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കോർഡിസെപ്പിൻ, ഒപ്പം പോളിസാക്കറൈഡ്സ്. കോർഡൈസെപ്പിൻ ആൻഡ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ പിന്നെ ഹാംഫുൾ ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തിൽ ഹാംഫുൾ ആകുന്ന സെൽസിന്റെ ഗ്രോത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ, എന്ത് ചെയ്യാൻ അല്ലെ, പോരാടാൻ എന്ത് ചെയ്യുന്നു, ഈ കോർഡൈസെപ്പിനും ഒപ്പം പോളിസാക്കറൈഡ്സും എന്ത് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു, പോരാടുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള സെല്ലുകൾ എന്തൊക്കെയാണ് അല്ലെ, എനിക്ക് തോന്നുന്നു ക്യാൻസർ സെല്ലുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന ക്യാൻസർ പോലുള്ള മാരകമായ പിന്നെ രോഗം അധികരിപ്പിക്കുന്ന സെല്ലുകളുടെ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നു, ഈ കോർഡിസെപ്പ് മഷ്റൂമിലുള്ള പോളിസാക്കറൈഡ്സും കോർഡൈസെപ്പിനും നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യുന്നു, എന്തിനെ, പോരാടാൻ അല്ലെ. ഒപ്പം ഇത് ആന്റി ക്യാൻസർ ആയിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു, പിന്നെ പ്രവർത്തിക്കുന്നു. അപ്പം അഡിനോസിൻ എന്ന് പറയുന്ന ഘടകമാണ് നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അഡിനോസിൻ എന്ന് പറയുന്ന ഘടകം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യാനും, അതുപോലെ കാം ചെയ്യാനും അല്ലെ, ഒരു കാം ആൻഡ് ക്വയറ്റ് ആക്കാൻ, നമ്മുടെ ഹൃദയത്തെ ഒരു പീസ്ഫുൾ ആയി അതിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നു. ഒപ്പം പിന്നെ പ്രൊമോട്ടിങ് ഹാർട്ട് ആൻഡ് ഓവറോൾ ഹെൽത്ത്, നമ്മുടെ ഹൃദയത്തിന്റെയും നമ്മുടെ ശരീരം മുഴുവനുള്ള പിന്നെ ആരോഗ്യത്തെയും സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ അഡിനോസിൻ എന്ന് പറയുന്ന ഘടകം, കോർഡിസെപ്പിലുള്ള അഡിനോസിൻ എന്ന് പറയുന്ന ഘടകം വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നു. പിന്നെയോ ഓക്സിജൻ യൂട്ടിലൈസേഷൻ ബൂസ്റ്റ്, നമ്മുടെ രക്തക്കുഴലുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും, ഓരോ കോശങ്ങൾ, നമുക്കറിയാം നമ്മുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് അല്ലെ, കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വ്യവസ്ഥയാണ് മനുഷ്യ ശരീരം. അപ്പൊ ഈ ഒരു മനുഷ്യ ശരീരത്തിലെ ഓരോ സെല്ലിലേക്കും കൃത്യമായ അളവിൽ ഓക്സിജൻ എത്തിക്കാനുള്ള കഴിവ് ഏതിനുണ്ട്, ഈ ഘടകങ്ങൾക്ക് ഉണ്ട്. അത്തരം ഘടകങ്ങൾ ഏതിലുണ്ട്, നമ്മുടെ കോർഡിസെപ്പ് മഷ്റൂമിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ മുക്കിലും മൂലയിലും ഓക്സിജന്റെ അളവിനെ കൃത്യമായ രീതിയിൽ എത്തിക്കാൻ, അത് ബ്ലഡ് സെല്ലുകളിലൂടെ, അതുപോലെ നമ്മുടെ ഓരോ ശരീരത്തിന്റെ മുക്കിലും മൂലയിലും ഓക്സിജന്റെ അളവിനെ എത്തിക്കാൻ ഏത് സഹായിക്കും, നമ്മുടെ കോർഡിസെപ്സ് സഹായിക്കുന്നതാണ്. പിന്നെയോ അഡാപ്റ്റോജനിക് പ്രോപ്പർട്ടീസ്, ഇത് അഡാപ്റ്റോജനിക് പ്രോപ്പർട്ടീസ് കൊണ്ട് ഇത് നോൺ ടു ബാലൻസിങ് ദ ബോഡീസ് സ്ട്രെസ് റെസ്പോൺസസ്, അതുപോലെ എയ്ഡിങ് ഇൻ എനർജി ആൻഡ് വൈറ്റാലിറ്റി, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും നമ്മളെ ബാലൻസ് ചെയ്യുക അല്ലെ, സ്ട്രെസ്സിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ആൻസൈറ്റി പോലുള്ള, അല്ലെങ്കിൽ സ്ട്രെസ് ആയ അല്ലെ, നമുക്കറിയാം സ്ട്രെസ് കൂടുമ്പോൾ ടെൻഷൻ കൂടും.
ടെൻഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആവും. അപ്പൊ അത്തരത്തിൽ മൈൻഡ് ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മൾ പലതരത്തിൽ എന്ത് ചെയ്യും, മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യാനും അല്ലെങ്കിൽ ദേഷ്യപ്പെടാനും അല്ലെങ്കിൽ വല്ല ഒരു ഒറ്റപ്പെടുന്ന ഡിപ്രഷൻ മോഡിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാനും ഒക്കെ ഇതിന് കാരണമാകും. അപ്പൊ ആ തരത്തിലേക്കൊന്നും എത്താതിരിക്കാനുള്ള അഡാപ്റ്റജനിക് ആയ പ്രോപ്പർട്ടീസ് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെയോ ന്യൂട്രൽ കോമ്പൗണ്ട്സ്, ന്യൂട്രൽ ആയിട്ട് നമ്മുടെ ശരീരത്തിനെ പിന്നെ ബാലൻസ് ലെവലിൽ കൊണ്ടുപോകാൻ, അതുപോലെ ആന്റി ഏജിങ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ധാരാളം നാച്ചുറൽ കോമ്പൗണ്ട്സുകൾ ഏതിലുണ്ട്, നമ്മുടെ പിന്നെ കോർഡിസെപ്സ് മഷ്റൂമിൽ ഉണ്ട്. പിന്നെയോ ഒരുപാട് നമ്മുടെ ബൂസ്റ്റിംഗ് ഫെർട്ടിലിറ്റി ആൻഡ് വൈഗർ, നമ്മുടെ പിന്നെ സ്പേമിന്റെ അല്ലെ, നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഈ ശാരീരിക ക്ഷമത അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ശാരീരിക ക്ഷമതയെ ബൂസ്റ്റ് ചെയ്യാൻ, എനർജിയെ ബൂസ്റ്റ് ചെയ്യാനും ഒപ്പം സ്പേമിന്റെയും ക്വാണ്ടിറ്റിയെയും ക്വാളിറ്റിയെയും വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന എലമെന്റ്സുകൾ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോർഡിസെപ്സ് മഷ്റൂമിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിനെക്കുറിച്ച് ധാരാളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിത് പറയുന്നുള്ളൂ. അപ്പോൾ കോർഡിസെപ്സിന്റെ മറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ നോക്കിയാൽ എയ്ഡ്സ് ഇൻ പ്രിവെൻഷൻ ഓഫ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നു. അതുപോലെ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ അല്ലെ, സെക്ഷുവൽ ലൈഫിൽ ഉണ്ടാകുന്ന അപര്യാപ്തതകളെ എന്ത് ചെയ്യാൻ, പിന്നെ റിലീഫ് ചെയ്യാൻ, ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇത് സഹായിക്കും. നമ്മുടെ കോർഡിസെപ്സ് നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. പിന്നെയോ നമ്മുടെ എനർജി ലെവലിനെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും നമ്മുടെ പ്രതിരോധ ശേഷിയെയും വർദ്ധിപ്പിക്കാൻ, ബൂസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. കോർഡിസെപ്സ് മഷ്റൂം സഹായിക്കും. അത്തരം ഒരു കോർഡിസെപ്സ് മഷ്റൂം ചേർന്ന ഒരു കോഫിയാണ് നമ്മുടെ കോർഡിസെപ്സ് കോഫി എന്ന് പറയുന്നത്. അപ്പൊ ഈ കോഫി കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഭക്ഷണങ്ങളിൽ നമ്മൾ കഴിക്കുന്ന കോഫിയിലൂടെ ഇത്രയും ബെനിഫിറ്റ്സുകൾ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെയോ പ്രിവെൻസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആൻഡ് വീക്ക്നെസ്, അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസ തടസ്സങ്ങളെ ഇല്ലാതാക്കാനും, അതുപോലെ പിന്നെ അതിന്റെ വീക്ക്നെസ്, നമുക്ക് ശ്വസനം എടുക്കാൻ ചില സമയത്ത് കഴിയാതെ പോകും, കൃത്യമായ ശ്വാസം എടുക്കാൻ, ശ്വാസോച്ഛ്വാസം നടത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, വീക്ക് പോയിന്റിലേക്ക് നമ്മൾ എത്തുന്ന ഒരവസ്ഥയിൽ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നം, ആസ്മ പോലുള്ള പ്രശ്നമൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അവര് നേരിടും. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ട്രസിനെയും വീക്ക്നെസ്സിനെയും ഒക്കെ ഏത് സഹായിക്കും, നമ്മുടെ കോർഡിസെപ്സ് മഷ്റൂം സഹായിക്കും. ആ തരത്തിലേക്കൊന്നും പോകാതെ നമ്മളെ ക്ലീൻ ആയിട്ട് നമ്മുടെ ലങ്സിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ കോർഡിസെപ്സ് മഷ്റൂം. അതുപോലെ ഹെൽപ്സ് ടു റീജുവനേറ്റ് സ്കിൻ ആൻഡ് റെഡ്യൂസ് ഏജ് സ്പോട്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. റീജുവനേറ്റ്, നമ്മുടെ സ്കിന്നിലെ, നമ്മുടെ തൊലിയിലെ ചില ഭാഗത്തുള്ള കോശങ്ങൾ നശിക്കുമ്പോഴാണ് ആ ഭാഗത്തുള്ള തൊലി ചുക്കിച്ചുളിയാൻ തുടങ്ങുന്നത്. അങ്ങനെ ചുക്കിച്ചുളിയുമ്പോൾ നമ്മൾ ആരായിട്ട് മാറും, നമ്മുടെ ശരീരം ഒരു വാർദ്ധക്യ അവസ്ഥയിലേക്ക് മാറും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു കൊളാജൻ എന്ന് പറയുന്ന ഒരു ഘടകം. അപ്പൊ ഈ കൊളാജന്റെയും അതുപോലെ ഈ സെല്ലുകളുടെയും ഒക്കെ നാശമാണ്, അല്ലെങ്കിൽ അതിന്റെ അപര്യാപ്തതയാണ് നമ്മൾ ഒരു ഏജിങ് സ്പോട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ ആ സ്പോട്ടിലേക്ക് എത്താതിരിക്കാൻ, അതിനെ റെഡ്യൂസ് ചെയ്യാൻ, അതിന്റെ സാധ്യതകളെ കുറയ്ക്കാൻ സഹായിക്കുന്ന എലമെന്റ്സുകൾ ഏതിലുണ്ട്, നമ്മുടെ കോർഡിസെപ്സിലുണ്ട്. ആ കോർഡിസെപ്സിന്റെ എലമെന്റ്സുകൾ നമ്മളെ എന്ത് ചെയ്യും, ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ കൃത്യമായി കോർഡിസെപ്സ് ക്യാപ്സൂളും അല്ലെങ്കിൽ കോർഡിസെപ്സ് ചേർന്ന ഈ കോഫിയൊക്കെ നമ്മൾ മുടങ്ങാതെ കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ നമ്മൾ ഒരുപാട് പെട്ടെന്ന് വയസ്സാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ നമ്മുടെ പിന്നെ പ്രായം കൂടുന്നതനുസരിച്ച് ശരീരം എന്ത് ചെയ്യുക, തളരാതെ ശോഷിക്കാതെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും. പിന്നെയോ പിന്നെ ആസ്മ, അതുപോലെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ 3 മാസത്തിലധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുമ, നമ്മൾ വില്ലൻ ചുമ എന്നൊക്കെ പറയുന്നു, അത്തരത്തിലുള്ള ചുമ, അതുപോലെ ആസ്മ, പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ കോർഡിസെപ്സിന്റെ ക്യാപ്സൂളോ അല്ലെങ്കിൽ കോർഡിസെപ്സ് ചേർന്ന നമ്മുടെ കോഫിയോ കുടിക്കുമ്പോൾ കൃത്യമായിട്ട് മുടങ്ങാതെ കുറച്ച് നാൾ കഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു റിലീഫ് കിട്ടും. ആ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി അല്ലെ, കൃത്യമായിട്ട് ശ്വാസോച്ഛ്വാസം നടത്താനും ഒപ്പം ഈ ക്രോണിക് ആയിട്ടുള്ള ഈ ചുമ, വില്ലൻ ചുമ പോലുള്ള ഈ ചുമകളൊക്കെ പിന്നെ മാറാനും, അല്ലെങ്കിൽ അതിനൊന്ന് ആ സമയത്ത് നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യാനും, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ റിലീഫ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് കോർഡിസെപ്സ് മഷ്റൂം.
സഹായിക്കും. പിന്നെയോ ഹെൽപ്സ് ടു പ്രിവെന്റ് അറൈത്തിമ ആൻഡ് ഹാർട്ട് ഡിസോർഡേഴ്സ്. നമ്മുടെ ഹൃദയത്തിന്റെ ഡിസോർഡറുകൾ അല്ലെ, ഹൃദയത്തിന്റെ താളപ്പിഴകളൊക്കെ എന്ത് ചെയ്യാൻ പിന്നെ പ്രിവെന്റ് ചെയ്യാൻ, അത് ആ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ട്. പിന്നെയോ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും റെഗുലേറ്റ് ചെയ്യാൻ, കുറയ്ക്കാനല്ല റെഗുലേറ്റ് ചെയ്യാൻ. റെഗുലേറ്റർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഫാനിൽ റെഗുലേറ്റർ ഉപയോഗിക്കാറുണ്ട് അല്ലെ. എന്തിനാ ഫാനിൽ റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്? കൂടുതൽ വൈദ്യുതി എന്ത് ചെയ്യാതിരിക്കാൻ അല്ലെ, ഫാനിലേക്ക് വരാതിരിക്കാനും ഒപ്പം പിന്നെ നമുക്ക് കൃത്യമായിട്ട് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് റെഗുലേറ്റർ. അപ്പൊ ഈ ഇത്തരത്തിലൊരു റെഗുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ ലെവലിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ കൃത്യമാക്കാൻ, അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ അത് കുറച്ച് ബാലൻസ് ലെവലിലേക്ക് കൊണ്ടുവരാനും, കുറവാണെങ്കിൽ അതിനെ കൂട്ടി ബാലൻസ് ലെവലിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന ഒരു റെഗുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. നമ്മുടെ കോർഡിസം മഷ്റൂം പ്രവർത്തിക്കും. പിന്നെ നമ്മുടെ ഹെൽപ്സ് ടു ഡീടോക്സിഫൈ ബോഡി ആൻഡ് ഇംപ്രൂവ് കിഡ്നി ഹെൽത്ത്. നമുക്കറിയാം നമ്മുടെ കിഡ്നിയുടെ ജോലി എന്താ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ കൊടുക്കുന്ന ടോക്സിനുകൾ അല്ലെ, പിന്നെ എന്താ പറയാ, നെല്ലും പതിരും വേർതിരിക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ കിഡ്നി ചെയ്യുന്ന വലിയൊരു ജോലിയാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വേസ്റ്റുകളെ തരംതിരിച്ച് എന്ത് ചെയ്യാം, പിന്നെ നമ്മുടെ ആമാശയത്തിലേക്കൊക്കെ അയക്കുന്ന ഒരു പ്രവർത്തനം. അപ്പൊ അത്തരത്തില് നമ്മുടെ കിഡ്നി തകരാറിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസുകൾ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തില് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസുകൾ അടിഞ്ഞുകൂടാതെ ഡീടോക്സിഫൈ ചെയ്യാൻ അല്ലെ, മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ അതുപോലെ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിനെ, കിഡ്നിയുടെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യാനും അതിനെ പരിപോഷിപ്പിക്കാനും ഏത് സഹായിക്കും? നമ്മുടെ കോർഡിസെപ്സ് മഷ്റൂം സഹായിക്കും. അപ്പൊ അത്തരം ഇത്രയും ഗുണഗണങ്ങളുള്ള കോർഡിസെപ്സ് മഷ്റൂം ചേർന്ന കോഫിയാണ് നമ്മുടെ കോർഡിസെപ്സ് കോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോർഡിസെപ്സിനെ കുറിച്ച് നമുക്ക് ഒത്തിരി മേന്മകൾ നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വൈറ്റാലിറ്റിയെയും ലങ്സിന്റെയും ലിവറിന്റെയും അതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെയും നമ്മുടെ ശരീരത്തിലുള്ള പിന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെ, നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരുഷലിംഗമായാലും അല്ലെങ്കിൽ സ്ത്രീയുടെ പിന്നെ യൂട്രസ് ആയാലും ഇങ്ങനെ ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ഓർഗൻസ്, അവയവങ്ങളെയും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി അല്ലെ, പ്രതിരോധ സംവിധാനത്തെയും എന്ത് ചെയ്യാൻ കൃത്യമായ ഒരു സപ്പോർട്ട് നൽകി നമ്മളെ ഹെൽത്തി ആക്കാൻ ഇത് സഹായിക്കുന്നത് കോർഡിസെപ്സ് സഹായിക്കുന്നു. പിന്നെയോ നമ്മുടെ സ്ട്രെങ്തിനെ, ഇപ്പോൾ ജിംനാഷ്യം അല്ലെങ്കിൽ ഈ സ്പോർട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന പിന്നെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്കൊക്കെ അവരുടെ സ്ട്രെങ്തും സ്റ്റാമിനയും ഒക്കെ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും, നമ്മുടെ കോർഡിസെപ്സ് സഹായിക്കും. അതുകൊണ്ടാണ് ഈ ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ അത്ലറ്റുകൾ അവർ ഈ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്ന അത്ലറ്റുകൾ അവർ സ്ഥിരമായിട്ട് അവരുടെ ഭക്ഷണത്തിൽ കോർഡിസെപ്സ് മഷ്റൂം എന്ത് ചെയ്യാറുണ്ട്, ഈ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മഷ്റൂമാണ് കോർഡിസെപ്സ് മഷ്റൂം. ആ കോർഡിസെപ്സ് മഷ്റൂമിന്റെ കോഫിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ ഈ കോർഡിസെപ്സിന്റെ പിന്നെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഈ കോഫി കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്ഷീണം എന്ത് ചെയ്യും, പെട്ടെന്ന് ഇപ്പൊ വളരെ ക്ഷീണിച്ച ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച അവസരമായി നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ കോർഡിസെപ്സ് കോഫി ഒരെണ്ണം പൊട്ടിക്കുക, അത് കുടിക്കുമ്പോൾ നമുക്ക് ക്ഷീണം എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ സാധിക്കും. പിന്നെയോ വ്യായാമമൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരുപാട് അല്ലെ, പിന്നെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസോച്ഛ്വാസം കൂടുതലായിട്ട് വരേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ഓക്സിജൻ ഉപയോഗിക്കുന്ന രീതി മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യും, ഇത് സഹായിക്കും. അതുപോലെ ട്യൂമർ കോശങ്ങളെ നശിപ്പിക്കാൻ ഇത് സഹായിക്കും. അസ്ഥിയുടെ നഷ്ടം അല്ലെങ്കിൽ അസ്ഥി ഇങ്ങനെ എന്താ പറയാ പിന്നെ ദ്രവിച്ചു പോകുന്നൊരവസ്ഥ, ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ അസ്ഥിയെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഘടകങ്ങൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഹൃദയമെടുപ്പ് സ്ഥിരപ്പെടുത്തുക, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ ഒരു കാമൻ ക്വയറ്റായിട്ട് എന്ത് ചെയ്യും, അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ധാരാളം ഘടകങ്ങൾ ഇതിലുണ്ട്, നമ്മുടെ കോർഡിസെപ്സിലുണ്ട്. പിന്നെയോ നമ്മുടെ പിന്നെ LDL കൊളസ്ട്രോളിനെയും VLDL കൊളസ്ട്രോളിനെയൊക്കെ കുറയ്ക്കാൻ, ചീത്ത കൊളസ്ട്രോൾ ആണ് LDL കൊളസ്ട്രോൾ. അപ്പൊ ഈ LDL കൊളസ്ട്രോളിനെ, ചീത്തയായ കൊളസ്ട്രോളിനെ എന്ത് ചെയ്യാൻ കുറച്ച് നമ്മുടെ ശരീരത്തിനെ പിന്നെ കൊളസ്ട്രോൾ രോഗം എന്നൊരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കോർഡിസെപ്സ് കോഫി എങ്ങനെ
നമുക്ക് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് കോഡിസെപ്സ് കോഫിയുടെ ഒരു ചെറിയൊരു മേക്കിംഗ് വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക. ഞാൻ അതിന്റെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. And it goes like this. You get your car and you need to kiss me. We talk for hours and night on the backseat. And you won't back the night when everything changes. You want my time, go back to strangers. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഒന്നുമില്ല. ആരെങ്കിലും കണ്ടോ? വീഡിയോ കണ്ടല്ലോ എല്ലാവരും. അപ്പോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എന്താ, നമ്മുടെ കോഡിസെപ്സിന്റെ ഒരു സാഷെ എടുക്കുക. ഒരു 100 മുതൽ 150 ml വെള്ളം വരെ ആകാം. എനിക്ക് താല്പര്യം 100 ml ഒക്കെയാണ്. ഞാൻ ചെറിയ കപ്പിലൊക്കെയാണ് എടുക്കുന്നത്. ഒരു സാഷെ മുഴുവനായിട്ട് തട്ടുക. അതാണ് അതിന്റെ ഏറ്റവും നല്ല സുഖം എന്ന് പറയുന്നത്. ഒരു സാഷെ, ഇതിൽ നമ്മുടെ കോഡിസെപ്പ് കോഫിയുടെ പാക്കറ്റ് എന്ന് പറയുന്നത് 1/2 കിലോ ആണ്. 20 ഗ്രാമുള്ള 25 സാഷകളായിട്ട് നമ്മൾ ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്രയും സാഷ ഉണ്ട്. അപ്പൊ 25 സാഷ ഉണ്ട്. 25 ഒരാൾ കുടിക്കുകയാണെങ്കിൽ 25 ദിവസം, ഒരു ദിവസം ഒരെണ്ണം വെച്ച് കുടിച്ചാൽ പോലും 25 ദിവസം ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ഈ കോഡിസെപ്സ് കോഫി നമുക്ക് തയ്യാറാക്കേണ്ട വിധം കണ്ടു അല്ലെ. ആദ്യം എന്ത് ചെയ്യാം, കപ്പിലേക്ക്, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്പിലേക്ക് നമ്മുടെ കോഡിസെപ്സ് സാഷെ പൊട്ടിച്ചതിന് ശേഷം ആ പൊടി മുഴുവനായിട്ടും തട്ടുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുടിക്കുക. അത്രമാത്രം ചെയ്യേണ്ടതുള്ളൂ. പഞ്ചസാര ആഡ് ചെയ്യേണ്ടതില്ല. ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പഞ്ചസാര വളരെ കുറച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ ഡയബറ്റിക് ഉള്ളവർക്ക് പോലും നമുക്ക് ഇത് ഉപയോഗിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഈവൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്പനി മീറ്റിംഗിൽ നമ്മുടെ സുരേഷ് സാർ എന്ന് പറഞ്ഞിട്ട് ഡയബറ്റിക് പേഷ്യൻസിന് ഇത് കൊടുത്തിട്ട്, കോഡിസെപ്സിന്റെ കോഫി കൊടുത്തിട്ട് പോലും നല്ല റിസൾട്ട് കിട്ടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിപ്പോ ഞാനിത് പറയുന്നതല്ല, എന്നാലും കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊടുക്കുക. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ജസ്റ്റ് ഇന്ന് റെഗുലർ ചെക്കപ്പ് ഒക്കെ നടത്തുക. കൂടുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എന്നാലും അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യുക, ഡയബറ്റിക് ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ കോഡിസെപ്പ് ക്യാപ്സൂൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഈ കോഡിസെപ്പ് കോഫി ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെയാണ്. നമുക്ക് ഉപയോഗിക്കുന്ന മറ്റു രീതികൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ കോഡിസെപ്പ് കോഫി ആണ് നമ്മൾ ഇപ്പോ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 ഗ്രാം 25 സാഷെ, 20 ഗ്രാം ഉള്ള 25 സാഷയാണ്. 1075 രൂപയാണ് ഇതിന്റെ MRP. അപ്പോ ഇതൊരു ഏത് സാധാരണക്കാരനും എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നൊരു പ്രൈസ് ആണ് നമ്മുടെ കോഡിസെപ്പ് കോഫിയുടെ പ്രൈസ്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയട്ടെ, നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കട്ടെ. നേരത്തെ കാണിച്ച സ്ലൈഡുകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെഫറൻസുകളൊക്കെ കാണിക്കുന്ന വെബ്സൈറ്റുകളാണ് ഈ നമ്മളിപ്പോ സ്ലൈഡിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ ഈ കോഡിസെപ്പ് കോഫി ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ കോഡിസെപ്പ് കോഫി ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന്, ഇതുവരെ ഉപയോഗിക്കാത്തവർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഫി വാങ്ങിച്ച് ഉപയോഗിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഉറപ്പ് തരാം, നിങ്ങൾ ഒരു തവണ ഇത് ഉപയോഗിക്കുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യില്ല, പിന്നെ ഒരു കാലത്തും ഈ കോഡിസെപ്പ് കോഫി നിങ്ങൾ ഉപയോഗിക്കാതിരിക്കില്ല, ഇതിൽ നിർത്തില്ല എന്നുള്ളത് ഞാൻ എഴുതി വേണമെങ്കിൽ ഒപ്പിട്ട് തരാം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള, അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോഫിയാണ് നമ്മുടെ കോഡിസെപ്പ് കോഫി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ചോദിക്കാം. അപ്പോൾ കോഡിസെപ്പ് കോഫി എന്ത് ചെയ്യാം, നമ്മൾ വളരെ ഒരു കുഞ്ഞൻ പ്രോഡക്റ്റ് ആണ്, ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ്. പക്ഷെ നമ്മൾ കോഡിസെപ്പ് ക്യാപ്സൂളിനെ കുറിച്ച് ധാരാളം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് യൂട്യൂബ് ചാനലിലുണ്ട്. വേണമെങ്കിൽ അത് ചെയ്യാം, നമുക്ക് കാണാം. DX അതോറൈസ്ഡ് സ്റ്റോക്സ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ കോഡിസെപ്പ് ക്യാപ്സൂളിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഏകദേശം 3/4 മണിക്കൂറോളം അതുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡിസെപ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആ വീഡിയോകൾ മനസ്സിലാക്കിയാൽ മതി. ഈ കോഡിസെപ്പ് കോഫി നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിച്ച് തന്നെ അതിന്റെ ഗുണങ്ങൾ അറിയുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം കേട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.